എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ നമ്മുടെ NIOS 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമാണ്. സോ ബിസിനസ് സ്റ്റഡീസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഇവിടെ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ദെൻ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ NIOS 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള 10ാം ക്ലാസ് +2 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് +2 നമ്മുടെ LBയിലൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ 2026 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിഷയങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, സെക്ഷൻ എയിൽ, അതായത് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക കേട്ടോ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് സെക്ഷൻ എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അറിയാലോ, MCQ ടൈപ്പ് ചോദ്യമാണ് ആദ്യത്തെ സെക്ഷനിൽ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ടു ദ ബിസിനസ് ബട്ട് ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ എനി ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. അതായത് തന്നിരിക്കുന്നവരിൽ ആരാണ് ബിസിനസ്സിലേക്ക് മൂലധനം മുടക്കുകയും എന്നാൽ ബിസിനസ് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ, സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കുക. തന്നിരിക്കുന്നവരിൽ ആരാണ് ബിസിനസ്സിലേക്ക് മൂലധനം മുടക്കുകയും എന്നാൽ ബിസിനസ് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ കർത്ത ഇൻ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഹാസ് ഡാഷ്. അതായത് ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരത്തിൽ കർത്തയുടെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? സോ നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലേ. അതായത് ഇതിനകത്ത് എല്ലാത്തിനും പഠിച്ചു വെക്കണം കേട്ടോ. അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതുണ്ട് അല്ലേ. അതായത് നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്നത് പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം സവിശേഷത അത് മാത്രമേ നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിൽ ഈ നമ്മൾ പാർട്ട്ണർഷിപ്പായിട്ടുള്ള രീതി ചെയ്യുന്നതും ജോയിൻറ്റ് ഹിന്ദു ഫാമിലിയുടെ ബേസ് ചെയ്തിട്ടുള്ള അതെനിക്ക് സ്വന്തമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ എല്ലാം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ കർത്ത ഇൻ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഹാസ് ഡാഷ്. അതായത് ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരത്തിൽ കർത്തയുടെ സവിശേഷത എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ, അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് അക്ലിപ്ത ബാധ്യത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഡാഷ്. അതായത് ബിസിനസ് പ്രവർത്തനങ്ങളുടെ വിശാലമായിട്ടുള്ള വർഗീകരണത്തിൽ ഉൾപ്പെടുന്നവയാണ് ഡാഷ് എന്ന് പറയുന്നത്. എന്താണ്? ദ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഡാഷ്. എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? നമുക്കറിയാം ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത് അല്ലേ. അതായത് ബിസിനസ് പ്രവർത്തനങ്ങളുടെ വിശാലമായിട്ടുള്ള വർഗീകരണത്തിൽ ഉൾപ്പെടുന്നവയാണ് ഏത്? ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്, അതായത് വ്യവസായവും വാണിജ്യവും എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ജനറൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ് അല്ലേ. താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ അതിൽ ബിസിനസ്സിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ബിസിനസ്സിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ് അല്ലേ, വെയർ ഹൗസിംഗ് ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ജനറൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ്? ഏതാണ്? വെയർ ഹൗസിംഗ്, അതായത് സംഭരണം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? നവീകരണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്നോവേഷൻ ആയിക്കോട്ടെ, വിഭവങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം അല്ലേ, ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് റിസോഴ്സസ്, ക്രിയേഷൻ ഓഫ് കസ്റ്റമേഴ്സ്, ഇതെല്ലാം എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ് ആണല്ലേ. സോ ഇന്നോവേഷൻ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബിസിനസ്സിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതാണ്. അപ്പോൾ അതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ സി ആണ് ആൻസർ ആയിട്ട് വരുന്ന സംഭരണം കേട്ടോ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. JPMG ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, പ്രൊവൈഡ് സർവീസസ് ഫോർ ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ഇൻക്ലൂഡിംഗ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഓഫീസ്, റീറ്റെയിൽ, ഇൻഡസ്ട്രിയൽ, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ്
other areas too. It's a familiar name among the business houses in the country because of the largest dependency factor. Which type of industry is discussed in the above case? എന്താ പറഞ്ഞ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ഇങ്ങനെയുള്ള മറ്റു മേഖലകൾ എന്നിവ ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് സേവനം നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിൽ ഒന്നാണ് JPMG എന്ന് പറയുന്നത്. സോ ലാർജ് ഡിപ്പെൻഡൻസി ഫാക്ടർ എന്ന നിലയിൽ രാജ്യത്തെ ബിസിനസ് സ്ഥാപനങ്ങൾക്കിടയിൽ ഇത് സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. സോ ഈ മുകളിൽ പറഞ്ഞ കേസിൽ ഏത് തരം വ്യവസായമാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ടെറിഷറി ഇൻഡസ്ട്രി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ ദ ബാലൻസ് ഓഫ് റിക്വയറിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് ഡാഷ് ദാൻ ദ റേറ്റ് അലൗഡ് ഓൺ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. അതായത് ആവർത്തന നിക്ഷേപ അക്കൗണ്ടിലെ തുകയിൽ അനുവദിക്കുന്ന പലിശ നിരക്ക് സ്ഥിര നിക്ഷേപ അക്കൗണ്ടിനേക്കാൾ ഡാഷ് ആയിരിക്കും. എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ ഡി ലോവർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ ദ ബാലൻസ് ഓഫ് റിക്വയറിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് ലോവർ ദാൻ ദ റേറ്റ് അലൗഡ് ഓൺ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഏഴാമത്തെ ചോദ്യം നോക്കിയേ. ദ ഇൻഷ്വേർഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിസ്ക്ലോസ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് റിലേറ്റഡ് ടു പ്രോപ്പർലി ഇൻഷ്വേർഡ് വിച്ച് പ്രിൻസിപ്പിൾ ഈസ് ഡിസ്കസ്ഡ് ഹിയർ. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന വസ്തുവായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും ഇൻഷ്വേർഡ് വെളിപ്പെടുത്തേണ്ടതാണ്. ഇത് ഇൻഷുറൻസിൻ്റെ ഏത് തത്വമാണ് പറയുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. ഉത്തമ വിശ്വാസമാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉത്തമ വിശ്വാസമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രീറ്റഡ് ആസ് ഓക്സിലറീസ് ടു ട്രേഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് താഴെ പറയുന്നവയിൽ കച്ചവടത്തെ സഹായിക്കുന്ന അനുബന്ധ സേവനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. അതായത് എല്ലാം വരുന്നുണ്ട്. ഓൾ ഓഫ് ദി അബവ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് ബാങ്കിങ് ഇൻഡസ്ട്രി, ഇൻഷുറൻസ് ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി ഇതെല്ലാം തന്നെ എന്താണ്? നമ്മുടെ അനുബന്ധ സേവനമാണ്. അതായത് കച്ചവടത്തെ സഹായിക്കുന്ന അനുബന്ധ സേവനമാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്തത് ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് സ്കിൽ ഈസ് നീഡഡ് ഇൻ ഡാഷ്. അതായത് നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഈ മേഖലകളിലൊക്കെ പ്രത്യേക അറിവും വൈദഗ്ധ്യവും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെന്ന്. നോളേജ് ആൻഡ് സ്കിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഏതിലാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ് അല്ലേ. വിദഗ്ധ തൊഴിലിനാണ് ഏത് പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് സ്കില്ലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. പ്രൊഫഷൻ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇനി അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റീറ്റെയിൽ ട്രേഡ്. അതേ താഴെ പറയുന്നതിൽ ചില്ലറ വ്യാപാരം അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡിൻ്റെ സവിശേഷത എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആൻസർ എന്താണ് വരേണ്ടത്? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് വരേണ്ടത് അല്ലേ. അതായത് എല്ലാം തന്നെ ഈ ഒരു റീറ്റെയിൽ ട്രേഡിൻ്റെ ഫീച്ചേഴ്സാണ്. എന്തൊക്കെയാണ്? സാധനങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നു അല്ലേ. ഉപഭോക്താക്കളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നു. വിതരണ ശൃംഖലയുടെ അവസാന കണ്ണിയാണ്. സോ ഇതെല്ലാം തന്നെ റീറ്റെയിൽ ട്രേഡിൻ്റെ ഫീച്ചേഴ്സാണ്. സെൽസ് goods and service directly into the consumers, maintains personal relations with consumers, last link of the distribution channel. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓൾ ഓഫ് ദ എബവ് ആണ് വരുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇൻഷുറൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഇൻഷുറൻസിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ ഇൻഷുറൻസിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തതെന്ന് പറയുമ്പോൾ റിസ്ക് ഷെയറിങ്, ക്യാപിറ്റൽ ഫോർമേഷൻ, ലെൻഡിങ് ഓഫ് ഫണ്ട്സ് ഇതൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ ഇതെല്ലാം തന്നെ എന്താണ്? ഇൻഷുറൻസിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് വരുന്നതാണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസിൽ വരുന്നതാണ്. റിസ്ക് ഷെയറിങ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ, ലെൻഡിങ് ഓഫ് ഫണ്ട്സ് ഇതെല്ലാം തന്നെ ഇൻഷുറൻസിൻ്റെ ഫംഗ്ഷന് വരുന്നതാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇൻഷുറൻസിൻ്റെ പ്രവർത്തനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഈസ് നോട്ട് എ ഫംഗ്ഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ.
അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ക്യാരക്ടറൈസ് ബിസിനസ് ആക്ടിവിറ്റി? അതായത് താഴെ പറയുന്ന പോലെ ഏതാണ് ബിസിനസ് പ്രവർത്തനത്തിൻ്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, അതായത് സാലറി ഓർ വേജസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അത് ബിസിനസ് പ്രവർത്തനത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ചരക്കുകളുടെ സേവനങ്ങളുടെ ഉൽപ്പാദനം അല്ലേ, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് ബിസിനസ് പ്രവർത്തനത്തിൻ്റെ സവിശേഷതയാണ്. പ്രസൻസ് ഓഫ് റിസ്ക് അല്ലേ, അപകട സാധ്യതയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നതും ഈ ഒരു ബിസിനസ് ആക്ടിവിറ്റിയുടെ സവിശേഷതയിൽ വരുന്നതാണ്. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, ചരക്കുകളുടെ സേവനങ്ങളുടെയൊക്കെ വിൽപ്പന അല്ലെങ്കിൽ കൈമാറ്റം എന്ന് പറയുന്നതും ഈ ഒരു ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ സവിശേഷതയാണ്. എന്നാൽ സാലറി ഓർ വേജസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശമ്പളം അല്ലെങ്കിൽ വേതനം എന്ന് പറയുന്നത് ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ബിസിനസ് പ്രവർത്തനത്തിൻ്റെ സവിശേഷതയിൽ വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിൽ പെരുമാറ്റച്ചട്ടത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ്? റൂൾസ് ആണോ, ഇൻറ്റഗ്രിറ്റി ആണോ, അത് അല്ലെങ്കിൽ ഡിസ്ഹോണസ്റ്റി ആണോ, മൊറാലിറ്റി ആണോ? ഏതാണ് ആൻസറായിട്ട് വരേണ്ടത്? നമുക്കറിയാം ബി ആണല്ലേ, അതായത് സത്യസന്ധത ഇല്ലായ്മയാണ് ഏതിനകത്ത് വരുന്നത്? കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റിനകത്ത് വരാത്തത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ബാക്കി റൂൾസും ഇൻറ്റഗ്രിറ്റിയും അല്ലെങ്കിൽ മൊറാലിറ്റിയും ഒക്കെ ഈ പറയണ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റിനകത്ത് വന്നിട്ടുള്ള കാര്യം അല്ലെങ്കിൽ തൊഴിൽ പെരുമാറ്റച്ചട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് സത്യസന്ധത ഇല്ലായ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്ഹോണസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സെൻട്രൽ ബാങ്ക് ഓഫ് അവർ കൺട്രി, അതായത് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ബാങ്ക് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് RBI ആണ് അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ചോദ്യം നോക്കിക്കേ. വൈൽ സെലക്ടിങ് എ ലൈൻ ഓഫ് ബിസിനസ് ആൻഡ് ഓൺട്രപ്രനർ മസ്റ്റ് കൺസിഡർ, അതായത് ഒരു ബിസിനസ് ശ്രേണി തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സംരംഭകൻ പരിഗണിക്കേണ്ടത് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസറായിട്ട് വരേണ്ടത്? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം പ്രോഫിറ്റബിലിറ്റി, റിസ്ക് ഇൻവോൾവ്ഡ്, പ്രോഫിറ്റ്, ഇതെല്ലാം തന്നെ ഒരു ഓൺട്രപ്രനർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. ലാഭക്ഷമത ആയിക്കോട്ടെ, ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യതകൾ, ലാഭം, ഇതെല്ലാം തന്നെ ഒരു ഓൺട്രപ്രനർ അല്ലെങ്കിൽ ഒരു സംരംഭകർ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 man 1 vote ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ്, അതായത് ഒരാൾക്കൊരു വോട്ട് എന്നത് ഏത് തത്വമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് 1 man 1 vote എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് ഫ്രം ദ ഫോളോയിങ്, താഴെ പറയുന്നതിൽ നിന്ന് വകുപ്പ് തല സ്ഥാപനം തിരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആൻസറായിട്ട് വരേണ്ടത്? ഓപ്ഷൻ സി ആണ് അല്ലേ, ഇന്ത്യൻ റെയിൽവേ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൽ വരുന്നതാണ് ഇന്ത്യൻ റെയിൽവേ, ഓർത്ത് വയ്ക്കണേ, വകുപ്പ് തല സ്ഥാപനം. ഇനി അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ, ആരാണ്? പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഒക്കെ ഓൺ ആൻഡ് മാനേജ്ഡ് ബൈ ആരാണ്? ഗവൺമെൻറ് ആണല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയും കൈകാര്യവും ഒക്കെ ആരാണ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർക്കാരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. What is the minimum portion that the government should hold in the paid up capital of a government company? അതായത് അവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഒരു സർക്കാർ കമ്പനിയുടെ അടച്ചു തീർത്ത മൂലധനത്തിൽ സർക്കാർ കൈവശം വെക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഭാഗം എത്രയാണ് എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അതായത് 51% കേട്ടോ. ഒരു സർക്കാർ കമ്പനിയുടെ അടച്ചു തീർത്ത മൂലധനത്തിൻ്റെ കുറഞ്ഞത് 51% എന്താണ് സർക്കാർ കൈവശം വെക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് കൺസ്യൂമേഴ്സ് റീച്ച് ടു പ്രൊഡ്യൂസേഴ്സ് ത്രൂ ഡാഷ്, അതായത് ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അനിഷ്ടങ്ങളും ഉൽപ്പാദകരിലേക്ക് എത്തുന്നത് എപ്രകാരമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ് അല്ലേ, ചില്ലറ വ്യാപാരികളിലൂടെയാണ്, അതായത് റീറ്റെയിലേഴ്സിലൂടെയാണ്
എന്താ ഈ ഒരു കാര്യം ആളുകളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ചില്ലറ വ്യാപാരികളിലൂടെയാണ് ഉൽപ്പാദകരിലേക്ക് എത്തുന്നത്. നമുക്കറിയാലോ, ആദ്യമേ എന്താണ് ഉൽപ്പാദകരാണ് വരുന്നത് അല്ലേ, അതിനുശേഷം ഹോൾസെയിലേഴ്സ് വരുന്നു, പിന്നെ റീറ്റെയിലേഴ്സ് വരുന്നു, പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് വരുന്നു. സോ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ ബി എന്ന് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീലി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഫ്രം വൺ മെമ്പർ ടു അനദർ ഈസ് നോട്ട് പോസിബിൾ ഇൻ കേസ് ഓഫ് ഡാഷ് ലിമിറ്റഡ് കമ്പനി. അതായത് ഡാഷ് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യത്തിൽ ഒരംഗത്തിൽ നിന്ന് മറ്റൊരംഗത്തിലേക്ക് ഓഹരികൾ സ്വതന്ത്രമായിട്ട് കൈമാറ്റം ചെയ്യുന്നത് സാധ്യമല്ല. നമുക്കറിയാം, ഒരംഗത്തിൽ നിന്ന് മറ്റൊരംഗത്തിലേക്ക് ഓഹരികൾ കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്തത് ഏതിലാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണ് അല്ലേ. സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന, ദ ഡിസ്ട്രിക്ട് ഫോറം ക്യാൻ ഡീൽ വിത്ത് കംപ്ലൈൻറ്റ്സ് വിച്ച് ഇൻവോൾവ് വാല്യൂ ഓഫ് ഗുഡ് ആൻഡ് കോമ്പൻസേഷൻ എമൗണ്ടിങ് ടു നോട്ട് മോർ ദാൻ റുപ്പീസ് ഡാഷ്. അതായത് നമുക്കറിയാം, സാധനങ്ങളുടെ മൂല്യവും നഷ്ടപരിഹാരവും ഒക്കെ ഡാഷ് തുകയിൽ കൂടുതലല്ലാത്ത പരാതികൾ ജില്ലാ ഫോറത്തിന് കൈകാര്യം ചെയ്യുക. എത്രയാണ്, 20 ലക്ഷമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ പുസ്തകത്തിൻ്റെ ഇതനുസരിച്ച് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആൻസർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ 20 ലാക്കാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് ആൻ ഓക്സിലറി ടു ട്രേഡ്. അത് താഴെ പറയുന്നതിൽ ഏതിനെയാണ് വ്യാപാരത്തിനുള്ള ഒരു സഹായകമായിട്ടുള്ള രീതി തരംതിരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ആൻസർ അല്ലേ, ഓപ്ഷൻ എ ആണ്, മൈനിങ് അല്ലെങ്കിൽ ഖനനമാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുള്ളത്, ദ ബിസിനസ് റിസ്ക് ഈസ് നോട്ട് ലൈക്ലി ടു അറൈസ് ഡ്യൂ ടു ഡാഷ്. എന്താ അവിടെ തന്നിട്ടുള്ളത്, ബിസിനസ് അപകട സാധ്യത ഇനി പറയുന്ന കാരണങ്ങളാൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ എന്താ ആൻസർ ആയിട്ട് വരേണ്ടത്, നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് അല്ലേ, അതായത് ഗുഡ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അത് നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്താ, ബിസിനസ് റിസ്ക് ഒന്നും ഉണ്ടാവത്തില്ല അല്ലേ, അവിടെ റിസ്ക് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഗുഡ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, മലയാളത്തിൽ ഇടുന്നവരിവിടെ നോക്കുക, നല്ല മാനേജ്മെൻറ്റ്. ഇനി അടുത്ത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഓഡ് വൺ വിത്ത് റിഗാർഡ് ടു ഇ ബിസിനസ്. അതായത് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളൊക്കെയാണ് അവിടെ തന്നിട്ടുള്ളത്. സോ ഇതിനകത്ത് ഒറ്റയാനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്, കൺവീനിയൻസ് ആയിക്കോട്ടെ, ഹൈ സ്പീഡ് ആയിക്കോട്ടെ, ഗ്ലോബൽ ആക്സസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഒരു പേഴ്സണൽ ടച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ബിസിനസ് നമുക്കറിയാം നേരിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒറ്റയാനായിട്ട് ആരാ വരുന്നത്, പേഴ്സണൽ ടച്ച് ആണ്. ബാക്കിയെല്ലാം തന്നെ ഈ 3 എന്താണ്, ഈ ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതാണ്. എന്നാൽ പേഴ്സണൽ ടച്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഐഡൻറ്റിഫൈ B2B ഓർ B2C ഫ്രം ദ ഫോളോയിങ്. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ അത് വായിച്ച് നോക്കിയിട്ട് അതിനകത്ത് B2B ആണോ അല്ലെങ്കിൽ B2C ആണോ എന്നുള്ളത് അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കസ്റ്റമർ രജിസ്റ്റർ ഓൺലൈൻ കംപ്ലയിൻറ്റ്. ഒരു കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ഒരു ഓൺലൈൻ കംപ്ലയിൻറ്റ് നൽകുകയാണ്. സോ ഇത് B2B ആണോ B2C ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. B2Bയും B2C ഒക്കെ അറിയാമല്ലോ അല്ലേ. B2C ആണ് ഇവിടെ വരുന്നത് അല്ലേ, ബിസിനസ് ടു കൺസ്യൂമർ ആണ് ഇവിടെ വരുന്നത്. സോ ഈ കസ്റ്റമർ രജിസ്റ്റർ ഓൺലൈൻ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് B2C ആണ് കേട്ടോ. ഇനി അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നോക്കിയേ, ഡാഷ് ഹാസ് അൺലിമിറ്റഡ് ലൈബിലിറ്റി. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഏകാംഗ ഉടമസ്ഥാവകാശം എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഏകാംഗ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഏകാംഗ ഉടമസ്ഥാവകാശത്തിന് പരിധിയില്ലാത്ത ബാധ്യതയുണ്ട്. അങ്ങനെയാണ് ആ ഒരു സെൻറ്റൻസ് വരുന്നത് കേട്ടോ. ഇനി അതേപോലെ രണ്ടാമത്തെ അവിടെ എന്താണ് വരേണ്ടത്, അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഐഡൻറ്റിഫൈ B2B ഓർ B2C ഫ്രം ദ ഫോളോയിങ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്, അതിനകത്തത് B2B ആണോ B2C ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ബിസിനസ് ഫേം പ്ലേസസ് ഓർഡർ ത്രൂ ഓൺലൈൻ. എന്താ പറഞ്ഞാൽ, ഒരു ബിസിനസ് സ്ഥാപനം ഓൺലൈൻ വഴി ഓർഡർ നൽകുന്നു. അതെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, B2B ആണ് അല്ലേ, ബിസിനസ് ടു ബിസിനസ് ആണ് അവിടെ വരുന്നത്. സോ ബിസിനസ് ടു ബിസിനസ് നമുക്ക് സിമ്പിളായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ടു സ്റ്റാർട്ട് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈസ് ഡാഷ്. അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ മൂലധനം എന്ന് പറയുന്നത് എത്രയാണ്,
നോ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അല്ലേ. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു നിശ്ചിത കുറഞ്ഞ മൂലധനം നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല അല്ലേ. അത് കമ്പനി നിയമ ഭേദഗതിയിലൂടെ മാറ്റിയിട്ടുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ആൻസർ ആയിട്ട് കൊടുക്കാം നോ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ ഒരു നിശ്ചിത കുറഞ്ഞ മൂലധനം നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നെയിം എനി വൺ കൈൻഡ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് അല്ലേ. അതായത് ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു തരം സാമൂഹിക ഉത്തരവാദിത്വം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഒന്നെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേഴ്സ് കൺസ്യൂമേഴ്സ് കൊടുക്കുക അല്ലേ, ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്വം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദ കമ്മ്യൂണിറ്റി ഓർ എൻവയോൺമെൻറ്റ് നമുക്ക് കൊടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ആൻസർ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദി ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഈസ് നോൺ ആസ്. നമുക്കറിയാം ഹിന്ദു സംയുക്ത കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കർത്ത എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അവിടെ എന്താ ആൻസർ വരണ്ടേ? കർത്ത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. ഇനി അടുത്തത് എന്താ? അടുത്ത് നോക്കിയേ, സ്റ്റേറ്റ് കമ്മീഷൻ ക്യാൻ ഡീൽ വിത്ത് ദ കേസസ് ഇൻവോൾവിംഗ് വാല്യൂ ഓഫ് എ ഗുഡ് ഓർ കോമ്പൻസേഷൻ നോട്ട് എക്സൈഡിങ് ടു ₹. അതായത് ഒരു വസ്തുവിൻ്റെ നഷ്ടപരിഹാരത്തിൻ്റെ മൂല്യം ₹. കവിയാത്ത കേസുകൾ സംസ്ഥാന കമ്മീഷന് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. എത്ര വരുന്നത്? 10 കോടി രൂപയാണ് വരുന്നത് കേട്ടോ. 10 കോടി രൂപയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരമാണ് 10 കോടി രൂപ വരുന്നത്. അപ്പോൾ 10 കോടി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി 27ാമത്തെ ക്വസ്റ്റിലേക്ക് വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ വിച്ച് ആർ ഫോൾസ്. അതായത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുള്ളത് ഇൻ ബിസിനസ് ട്രാൻസ്പോർട്ട് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഓക്സിലറി ടു ട്രേഡ്. അതായത് ഒരു ബിസിനസ്സിൽ ഗതാഗതം എന്ന് പറയുന്ന വ്യാപാരത്തിനൊരു സഹായിയായിട്ട് കണക്കാക്കപ്പെടുന്നു. അറിയാലോ അതെന്താണ്? ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, ട്രൂ ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ദ ലൈബിലിറ്റി ഓഫ് എ മെമ്പർ ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ത്രൂ ഷെയർസ്. അതായത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ അംഗത്തിൻ്റെ ബാധ്യത ഓഹരികൾ വഴി ഉപയോഗിക്കുന്ന മൂലധനത്തിൻ്റെ പരിധി വരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതും എന്താണ്? ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. രണ്ടും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തും എന്താണ്? ട്രൂ ഓർ ഫോൾസ് തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ ദ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ലെങ്ത് ഓഫ് പീരിയഡ് ഫോർ വിച്ച് ദ ഡിപ്പോസിറ്റ് ഈസ് മെയ്ഡ്. അതായത് നമുക്കറിയാം സ്ഥിര നിക്ഷേപം അല്ലേ, സ്ഥിര നിക്ഷേപത്തിന് അനുവദനീയമായിട്ടുള്ള പലിശ നിരക്ക് നിക്ഷേപം നടത്തുന്ന ദൈർഘ്യത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ശരിയാണോ? ശരിയാണ്, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ഇനി അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ബാങ്ക്സ് ഫെസിലിറ്റേറ്റ് പേയ്മെൻറ്റ് ത്രൂ ഡാഷ് ഇൻസ്റ്റെഡ് ഓഫ് കറൻസി. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ബാങ്കുകൾ കറൻസിക്ക് പകരം ഡാഷ് മുഖേന പണം അടയ്ക്കാനായിട്ട് സൗകര്യം നൽകുന്നു. ഏതാ? ചെക്കാണ് അല്ലേ. അപ്പോൾ ചെക്കുകളാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും എന്താണ്? ട്രൂ ഓർ ഫോൾസ് തന്നെയാണ് കേട്ടോ. ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മാനേജ്ഡ് ബൈ 1 പേഴ്സൺ ഓൺലി. അതായത് ഒരു സഹകരണ സംഘം എന്ന് പറയുന്ന ഒരാൾ മാത്രം നിയന്ത്രിച്ചു പോകുന്ന ഒന്നാണെന്ന്. ആണോ? അല്ല അല്ലേ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും അല്ലേ. അത് ഒരാൾ മാത്രം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒന്നല്ല. ഇനി അതുപോലെ തന്നെ അടുത്തത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓഫ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്നതിൻ്റെ പ്രതിഫലമാണ്. ഇന്നതിൻ്റെ എത്രത്തോളം നമ്മൾ റിസ്ക് എടുക്കുന്നോ അതിൻ്റെ ഒരു പ്രതിഫലമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ അവിടെ എന്ത് വരണം? റിസ്ക് ടേക്കിംഗ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും എന്താണ്? ട്രൂ ഓർ ഫോൾസ് ആണ്. ഷിപ്പ് മേ ബി ഇൻഷുർഡ് എഗെയിൻസ്റ്റ് ലോസ് ഓഫ് പെറിൽസ് ഓഫ് സീ ഇൻ കേസ് ഓഫ് മറൈൻ ഇൻഷുറൻസ്. അതായത് സമുദ്ര ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ കടലിലെ അപകടങ്ങൾക്കെതിരെ കപ്പലിനെ ഇൻഷുർ ചെയ്യാവുന്നതാണ്. ശരിയാണോ? ശരിയാണ് അല്ലേ. അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് കപ്പലിനെ ഇൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനായിട്ടും ഉണ്ട്. എ പാർട്ട്ണർ ഹൂസ് അസോസിയേഷൻ വിത്ത് ദ ഫേം ഈസ് അൺനൗൺ ടു ദ ജനറൽ പബ്ലിക് ഈസ് കോൾഡ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബിസിനസ് പങ്കാളിയുടെ സ്ഥാപനവുമായ ബന്ധത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവില്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? രഹസ്യ പങ്കാളി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സീക്രട്ട് പാർട്ട്ണർ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ അവിടെ സീക്രട്ട് പാർട്ട്ണർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. ഇനി അടുത്തത്
31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ നെയിം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. പലതരത്തിലുള്ള പൊല്യൂഷനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും 1-2 എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഏതാണ്? എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, അല്ലേ, നോയിസ് പൊല്യൂഷൻ ഉണ്ട്, സോയിൽ പൊല്യൂഷൻ ഉണ്ട്. ഒരു 1/2 മാർക്കിൻ്റെ വെച്ചിട്ട് 4 എഴുതിക്കും. അതാകുമ്പോൾ 2 മാർക്ക് നമുക്ക് 1/2 മാർക്ക് വെച്ചിട്ട് അങ്ങനെ കണക്കാക്കിയാൽ മതി കേട്ടോ. ഇനി അതേപോലെ തന്നെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. LIC ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. LIC എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസിന് എക്സാമ്പിളാണ് അല്ലേ. സോ അവിടെ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളതാണ് വരേണ്ടത്. ലൈഫ് ഇൻഷുറൻസ് കേട്ടോ. ഇനി അതേപോലെ തന്നെ അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യന് ദ റൈറ്റ് ഹാൻഡ് പാർട്ടി ഓഫ് ദ പേ ഇൻ സ്ലിപ്പ് ഈസ് കോൾഡ് ദ എന്തെന്നാണ് വിളിക്കുന്നത്? കൗണ്ടർ ഫോയിൽ അല്ലേ. നമുക്കറിയാവുന്നതാണല്ലോ കൗണ്ടർ ഫോയിൽ. അപ്പോൾ അവിടെ കൗണ്ടർ ഫോയിൽ എന്നാണ് ആൻസർ വരേണ്ടത്. എ റിസീവേഴ്സ് റെസ്പോൺസ് ടു ദ മെസ്സേജ് ഈസ് ടേംഡ് ആസ് എന്തെന്ന് വിളിക്കുന്നത്? സന്ദേശത്തോട് സ്വീകർത്താവിൻ്റെ പ്രതികരണം എന്താണ്? ഫീഡ്ബാക്ക് അല്ലേ. ഫീഡ്ബാക്ക് ആണ് വരേണ്ടത്. ഫീഡ്ബാക്ക് എന്നാണ് വരേണ്ടത്. ഇനി അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഈസ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് ഡാഷ് ആക്ടിവിറ്റി. എന്താണ്? ആളുകളുടെ തൊഴിൽ എല്ലായ്പ്പോഴും എക്കണോമിക് പ്രവർത്തനവുമായിട്ട് അല്ലേ, എക്കണോമിക് അല്ലേ, സാമ്പത്തിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഡാഷ് ഇൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ഗതാഗത വ്യാപാര പ്രവർത്തനങ്ങളിലെ ദൂരം അല്ലെങ്കിൽ നമുക്ക് എന്താ പ്ലേസ് എന്ന് കൊടുക്കാം. പ്ലേസ് ഇൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അല്ലേ. അപ്പോൾ അവിടെ പ്ലേസ് എന്നുള്ളതാണ് ശരിയായിട്ട്. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ഇൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിഫൈൻ ദ ടേം. അതായത് റിക്വയറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെയാണ് ചോദിച്ചത്. അത് ഡെഫിനേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റിക്വയറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലത്തേക്ക് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ റിക്വയറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റിക്വയറിംഗ് ഡിപ്പോസിറ്റ് എന്താണെന്ന് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത അവിടെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ ത്രൂ സ്പോക്കൺ വേർഡ്സ് ഈസ് നോൺ ആസ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്? ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വരണം കേട്ടോ ആൻസറേ. ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഇനി അതുപോലെ തന്നെ അടുത്തത് 34 പറഞ്ഞല്ലോ, കഴിഞ്ഞില്ലേ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 35ാമത്തെ ചോദ്യം. ഗവൺമെൻറ് ഡിസൈഡ് ടു സെൽ ദ ഷെയർസ് ഇൻ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൈവറ്റ് സെക്ടർ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്തിന് എക്സാമ്പിളാണ്? പ്രൈവറ്റൈസേഷൻ അല്ലേ, സ്വകാര്യവൽക്കരണത്തിന് ഉദാഹരണമാണ്. സോ അവിടെ എന്താ ആൻസർ വരണ്ടേ? പ്രൈവറ്റൈസേഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്വകാര്യവൽക്കരണം കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് അതിൻ്റെ തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. അതായത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫീച്ചർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചർ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഹ്യൂജ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലിമിറ്റഡ് ലൈബിലിറ്റി ആയിക്കോട്ടെ, കമ്പൾസറി രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, വോളണ്ടറി മെമ്പർഷിപ്പ്, ഇതൊക്കെ അതിൻ്റെ ഫീച്ചറിൽ വരുന്നതാണ്. ഹ്യൂജ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ. ഇനി അടുത്തവിടെ സെക്ഷൻ സിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ സിയിൽ 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഫാൾ വിത്ത് ദ കാറ്റഗറി ഓഫ് ഓണേഴ്സ് ഫണ്ട്. അതിലേതാണ് ആൻസർ വരേണ്ടത്? 36ൽ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഡിബെഞ്ചേഴ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. മലയാളത്തിൽ എഴുതുന്നതിന് നോക്കിയേ. താഴെ പറയുന്നതിൽ ഏതാണ് ഉടമയുടെ ഫണ്ടിൻ്റെ വിഭാഗത്തിൽ പെടാത്തതെന്ന്? ഏതാണ്? ഡിബെഞ്ചറാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതിൻ്റെ തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ കമ്പനി അബേറ്റ്സ് ബൈ ദ ന്യൂ റെഗുലേഷൻസ് റിഗാർഡിംഗ് പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് പെർഫോമിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദ ഡാഷ്. അതായത് ഇന്ത്യയിൽ നികുതി അടയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങൾ ഒരു കമ്പനി പാലിക്കുന്നു. അത് അവരുടെ ഡാഷിനോടുള്ള സാമൂഹിക ഉത്തരവാദിത്വമായിട്ട് നിർവഹിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? എന്താ വരണ്ടേ? അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഗവൺമെൻറ്റിനോടുള്ള സാമൂഹിക ഉത്തരവാദിത്വം എന്നാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കൊടുക്കാം ഗവൺമെൻറ് അല്ലേ. ഗവൺമെൻറ്റിനോടുള്ള സാമൂഹിക ഉത്തരവാദിത്വമായിട്ടാണ് നികുതി അടയ്ക്കുന്നത് വരുന്നത്.
37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സ്പോൺസേഴ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് കോൺടാക്ട് ദ കസ്റ്റമേഴ്സ് പേഴ്സണലി ത്രൂ അഡ്വർടൈസ്മെൻറ്റ്. അതായത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനും ഉണ്ട്, ട്രൂ ഫോൾസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പരസ്യത്തിൻ്റെ സ്പോൺസർമാർ പരസ്യത്തിലൂടെ ഉപഭോക്താക്കളെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുന്നു എന്ന്. ശരിയാണോ? അല്ല അല്ലേ, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അതേപോലെ തന്നെ അടുത്തത് തന്നിരിക്കുന്നത് ടു ഹെൽപ്പ് ദ കൺട്രി ടു ബിക്കം സെൽഫ് റിലയൻറ്റ് ബിസിനസ് യൂണിറ്റ് ഷുഡ് എയിം അറ്റ് ഇൻക്രീസിങ് ഡാഷ്. എന്താണ് വരേണ്ടത്? എക്സ്പോർട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. അതായത് ഒരു രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് ബിസിനസ് യൂണിറ്റുകൾ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നു. അപ്പോൾ അതുകൊണ്ട് എക്സ്പോർട്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും എന്താണ്? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അതായത് ഒരു സ്ഥാപനത്തിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ഡാഷിന് ഉദാഹരണമാണ്. ഏതിനാണ്? ഇൻട്രാ ബി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ ട്രൂ ഓർ ഫോൾസ് ആയിട്ട് എഴുതാനും നമ്മുടെ തന്നിട്ടുണ്ട്. ബിസിനസ് യൂണിറ്റ് ഷുഡ് പ്രൊവൈഡ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ എംപ്ലോയീസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ബിസിനസ് യൂണിറ്റുകൾ ജീവനക്കാർക്ക് സാമൂഹികവും മാനസികമായിട്ടുള്ള സംതൃപ്തി നൽകണം അല്ലേ. അത് ശരിയാണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ അത്? ട്രൂ ആണ് അല്ലേ, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 39ാമത്തെ ക്വസ്റ്റ്യന് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക, അവിടെ എന്താ തന്നിട്ടുള്ളത്? ദ ലൈഫ് ഓഫ് ദ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈഫ് ഓഫ് ദ ഡാഷ്. അതായത് ഏക ഉടമസ്ഥാവകാശ ബിസിനസ്സിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഡാഷിൻ്റെ ആയുസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ആരുടെ ആയുസ്സിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? പ്രൊപ്രൈറ്ററിൻ്റെ ആണ് അല്ലേ, ഉടമയുടെ ആയുസ്സിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബോറൗട്ട് ഫണ്ട്? ഏതാണ് കടമെടുത്ത ഫണ്ട് എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, ഡിബെഞ്ചർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 40ാമത്തെ ചോദ്യം നോക്കിയാൽ അതും എന്താണ്? ട്രൂ ഓർ ഫോൾസ് തന്നിട്ടുണ്ട്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സും തന്നിട്ടുണ്ട്. അഡൾട്ടറേഷൻ ഡസ് നോട്ട് ഓൾവേസ് മീൻ മിക്സിംഗ് പോയിസണസ് മെറ്റീരിയൽസ് വിത്ത് ദ ഗുഡ് ഓൺ സെയിൽ. അതായത് മായം ചേർക്കൽ എന്നാൽ എല്ലായ്പ്പോഴും വിൽപ്പനയിലുള്ള സാധനങ്ങളുമായിട്ട് വിഷവസ്തുക്കൾ കലർത്തുക എന്നതല്ല അർത്ഥമാക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് അടുത്ത കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ വേരിയസ് പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് നോൺ ആസ്. മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള ആശയവിനിമയം എന്ന് പറയുന്ന ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഏതിലാണ് അറിയപ്പെടുന്നത്? നമുക്കറിയാം നെർവസ് കോർഡിനേഷൻ എന്നുള്ളതാണ് അല്ലേ, നാഡീപരമായിട്ടുള്ള ഏകോപനം എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരേണ്ടത്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനുമുണ്ട്, അതുപോലെ തന്നെ ട്രൂ ഓർ ഫോൾസും ഉണ്ട്. ഇൻഡസ്ട്രി ഈസ് കൺസേൺ വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ചരക്കുകളുടെ സേവനങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും വ്യവസായത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ശരിയാണോ? ശരിയാണ് അല്ലേ. ഇനി LLP ആക്ട് വാസ് ഫ്രെയിംഡ് ഇൻ ഇയർ. ഏത് ഇയർ ആണ് LLP? നമുക്കറിയാം 2008 ആണ് അല്ലേ, 2008 LLP ആക്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2008 ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതറിയാലോ എന്താണെന്നുള്ളത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കേട്ടോ, ഓർത്ത് വെച്ചോണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ ഓരോ പദങ്ങൾ തന്നിട്ടുണ്ട്. സോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 1 മാർക്കിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, 3 മാർക്കാണ് തന്നിട്ടുള്ളത്. സോ ഡോർമെൻറ്റ് പാർട്ട്ണർ ബൈ എസ്ട്രോപ്പൽ, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗവൺമെൻറ് കമ്പനി. പിന്നെ 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ആദ്യത്തെ തൻ്റെ വീടിന് ഇൻഷുറർ എയിൽ നിന്ന് 10 ലക്ഷത്തിനും ഇൻഷുറർ ബിയിൽ നിന്ന് 5 ലക്ഷത്തിനും ഇൻഷുർ ചെയ്യുന്നു. 3 ലക്ഷം രൂപയുടെ നഷ്ടം അവിടെ സംഭവിക്കുന്നു. എയിൽ നിന്നും ബിയിൽ നിന്നും എത്ര നഷ്ടപരിഹാരം അയാൾക്ക് അവകാശപ്പെടാനായിട്ട് സാധിക്കും? അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അവിടെ ചോദിച്ചിട്ടുള്ളത് സേവാ ലിമിറ്റഡിൻ്റെ കാര്യത്തിൽ അതിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവരുടെ സ്വകാര്യ നേട്ടത്തിനായിട്ട് ഓഹരി ഉടമകളുടെ താല്പര്യം പണയപ്പെടുത്തി ഇന്നത്തെ ബിസിനസ് നടത്തിപ്പിൽ ലാഭത്തിൻ്റെ പ്രബലമായിട്ട് പങ്ക് ഉണ്ടായിരുന്നിട്ടും ഇപ്പോൾ ഓരോ ബിസിനസ്സും കോർപ്പറേറ്റ് ഭരണം ഏറ്റെടുക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ലോകമെമ്പാടും ഒരു തിരിച്ചറിവ് വളർന്നു വരികയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ പരസ്യത്തിൻ്റെ ഗുണങ്ങളും പരിമിതിയും എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബിസിനസ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് നെയിം ദ ഫോളോയിങ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
അതായത് ഒരു ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി അതെന്താണ്? അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ നിയമങ്ങളും ചട്ടങ്ങളും ഉപനിയമങ്ങളും ഉൾക്കൊള്ളുന്ന രേഖയ്ക്ക് പറയുന്ന പേര്, ഓഹരികൾക്കും കടപ്പത്രങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ ക്ഷണിക്കുന്ന രേഖകളുടെ പറയുന്ന പേര്, ഒരു കമ്പനി ഓഹരികൾ അനുവദിക്കുന്നതിന് മുമ്പ് സമാഹരിക്കേണ്ട പണത്തിൻ്റെ അളവ്, ഒരു കമ്പനിയുടെ പ്രധാന രേഖകൾ. ഇതൊക്കെയാണ് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ആണത്. അതുപോലെ തന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഒരു ബിസിനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിവിധ അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണം നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ അപര്യാപ്തമായിട്ടുള്ള ലാഭവും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. സോ അതിൻ്റെ തരങ്ങളും കാരണങ്ങളും പറയാം, അതായത് അതിൻ്റെ എക്സ്പ്ലെയിൻസ് ടൈപ്സും കോസസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ 2025 ഒക്ടോബർ ബാച്ചിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാതെ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നാളത്തെ ബിസിനസ് സ്റ്റഡീസിന് പരീക്ഷ എളുപ്പമായിരിക്കും. നന്നായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നോക്കിയിട്ട് നാളത്തെ പരീക്ഷ നല്ല രീതിയിൽ തന്നെ എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.